ഔട്ട്ഡോർ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ പുറത്തുനിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത് കണ്ടിട്ട് ആൾ ഞങ്ങൾക്ക് മിസ്റ്റൊക്കെ ഓണാക്കി തന്നു കേട്ടോ. പിന്നെ അവിടെ വലിയ 2 മാവുണ്ട്, നിറച്ച് മാങ്ങയായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന്. അതുമേ ഒരു ഊഞ്ഞാലും കെട്ടി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ അഭ്യാസം മുഴുവൻ ഊഞ്ഞാലുമല്ലായിരുന്നു കേട്ടോ. ടേണായിട്ട് ഊഞ്ഞാലാടാന്ന് വിചാരിച്ചിട്ട് ഞാനും ഹിതയും കൂടി കയറിയിരുന്നപ്പോൾ സംഭവിച്ച കാര്യം നിങ്ങൾ ഉടനെ കാണും. ഒരു ഭാരമുള്ള ആളും ഒരു ഭാരമില്ലാത്ത ആളും ഊഞ്ഞാലും ഇരിക്കുമ്പോൾ അതിൽ ഭാരമുള്ള ആൾ എണീക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ചീറ്റിച്ചിട്ട് ഞങ്ങൾക്ക് അവളെ പിടിച്ച് എണീപ്പിക്കാനുള്ള ബോധം പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര കോമഡിയാണ്. അതായത് ഞങ്ങൾ മനസ്സ് തുറന്ന് ചിരിച്ച ദിവസങ്ങളാണ് കേട്ടോ. ഞങ്ങളുടെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ ഔട്ട്ഡോർ കുറേ നേരം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ റൂമിലേക്ക് പോയി. നൈറ്റ് ഞങ്ങൾ പുറത്തത്തെ ഒരു ഹോട്ടലിൽ നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചത്. നൈറ്റ് അവിടെ നിന്ന് ഫുഡില്ല കേട്ടോ. പിന്നെ രാത്രി കിടന്നുറങ്ങി. രാവിലെ 9 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പുട്ടും കടലക്കറിയും മാമ്പഴവും പിന്നെ പപ്പടം ഒക്കെ ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. പഴം പുഴുങ്ങിയതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങളുടെ എനർജി അല്ല, ശരിക്കും മൂഡ് ഡ്രോപ്പ് ആവാൻ തുടങ്ങി. കാരണം കഴിഞ്ഞു, വെക്കേറ്റ് ചെയ്യാനായി. പക്ഷേ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി നെക്സ്റ്റ് സ്റ്റേക്കേഷൻ നമുക്ക് അടിച്ച് പൊളിക്കണം, കുറച്ചും കൂടി ഡേയ്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പിന്നെ പിരിഞ്ഞത്. ഹിതയുടെ വീട്ടിൽ നിന്നായിരുന്നു ലഞ്ച് കഴിച്ചിട്ട് പിന്നെ ഞാനും ലയ്യയും ട്രെയിനിൽ കയറി വീട്ടിൽ പോയി.